Watch full episodes on Jio Hotstar. വരൂ എന്റെ സിംഹക്കുട്ടികളെ വരൂ. ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ബോസ്, ഇത് നോക്കൂ, ഇതാണ് ആ ഫയല്. ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് മേടിച്ചോണ്ട് വന്നതാണ്. ഭാഷയ്ക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എന്റെ ഡയലോഗ് എങ്കിലും ഒന്ന് തീർന്നോട്ടെ. എനിക്കിനി ഈ മുഴുവൻ ലോകത്തിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കൂ, എങ്ങനെ. മിസൈൽസ് എല്ലാം റെഡി ആയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതിനെ ലോഞ്ച് ചെയ്ത് വിടാനുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അതാ ഫയലുണ്ട്. എനിക്ക് ഈ ലോകം മുഴുവനും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും. എല്ലാ രാജ്യങ്ങളും ഞാൻ തകർത്ത് തരിപ്പണമാക്കും. ഞാൻ ചോദിക്കുന്ന പൈസ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എല്ലാരെയും തകർത്ത് കളയും. ഇനി എല്ലാരും ഞാൻ പറയുന്നത് കേട്ടേ മതിയാവൂ. ഭാഷ, ഈ ഭാഷയ്ക്ക് ഒരുപാട് സന്തോഷായി. ഭാഷയ്ക്ക് ദുഃഖമായി. ഒരുപാട് ദുഃഖമുണ്ട്. ഇതൊക്കെ എന്താണ്? നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ആദ്യം എന്നെ ദേഷ്യപ്പെടാൻ സമ്മതിക്ക്. ഈ ഫയല് ആരാ കൊണ്ടുവന്നത്? ആ ഫയല് കൊണ്ടുവരുന്നതിന് മുമ്പ് തുറന്ന് നോക്കിക്കൂടായിരുന്നോ? ഞാൻ ബോസാണ്, എന്നെ ഒന്നും ചെയ്യരുത്. പങ്ക, നീ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലടാ. നീ ഇതേത് ഫയലാണോ കൊണ്ടുവന്നത്? ഇത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇത് പ്രോജക്ട് ധർത്തിയുടെ ഫയൽ അല്ല. നിങ്ങളുടെ കൂട്ടത്തില് ആർക്കാണ് ഏറ്റവും കൂടുതൽ പഠിപ്പുള്ളത്? ഭാഷാ ബോസ്, ഞാനാണ് ഏറ്റവും വലിയ പഠിത്തക്കാരൻ ഇവിടെ. ഇവിടെ പഠിച്ചതായി ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? BA വരെ പഠിച്ചിട്ടുണ്ടോ? സാർജി, ഞാൻ 5ാം ക്ലാസ് ഫെയിലാണ്. അയ്യേ, 5ാം ക്ലാസ് ഫെയിലോ? പഠിപ്പോ അറിവില്ലാത്ത ആൾക്കാരാണല്ലോ ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോട്ടിയത്. എന്റെ സാറേ, എനിക്ക് ഒത്തിരി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. MA BA ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വളരെ കൊച്ചു പയ്യനായിരുന്നപ്പോ എന്റെ അച്ഛൻ കിടപ്പിലായി, പിന്നെ എന്റെ അമ്മയും കിടപ്പിലായി. പിന്നെ എനിക്ക് സഹോദരന്മാരുണ്ടായിരുന്നു. അവരെക്കാൾ എല്ലാം വലുത് ഞാനായിരുന്നു. പിന്നെന്താ പറയാ, എന്റെ പഠിപ്പെല്ലാം നിർത്തി. പിന്നെ ഈ കുഞ്ഞു കൈകൾ കൊണ്ട് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നു. പകല് മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രി തളർന്നു പോയിട്ടുണ്ട്. പിന്നെ രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷിക്കാനായിട്ട് ഞാൻ ഭക്ഷണം വെളിയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഇനി എന്തോന്നാ പറയാൻ എന്റെ സാറേ, എന്റെ കഷ്ടപ്പാടിന്റെ കഥകൾ. എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു സാറേ. മിണ്ടാതിരിക്ക്. ആദ്യം നിന്റെ ഈ ഫാമിലി ഡ്രാമ മതിയാക്ക്, കേട്ടോ? ഇവിടെ ആരും കരയില്ല. ഈ ഫയൽ ഒന്നിനും കൊള്ളില്ല. ശരിക്കുള്ള ഫയൽ എവിടെ പോയേ? മോട്ടോജിയും പത്നുജിയും ഫയൽ സ്റ്റാർ ഹോട്ടലിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അത് കാരണം ഇപ്രാവശ്യം ഞാനായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞാൻ എന്റെ അഭിനയ മികവ് കൊണ്ട് ആ ഫയൽ ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചു ഇവിടെ കൊണ്ടുവരും. ഇനി നിങ്ങൾ എല്ലാരും എന്റെ അഭിനയം കണ്ടു പഠിക്കാൻ ശ്രമിക്ക്. എന്നാൽ പോവാം, അവിടെ പോയി നമുക്ക് ആ ഫയൽ തിരയാം. വേറെ ആരെങ്കിലും വന്ന് അത് തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ അത് തട്ടിയെടുക്കണം. അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകാം. നമസ്തേ നമസ്തേ. ഇത് ചിങ്കത്തിന്റെ അമ്മ.
അത് എന്റെ പുന്നാര മകൻ ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഫുർഫുറി നഗരത്തിലെ പേരുകേട്ട ഇൻസ്പെക്ടർ. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. പറഞ്ഞല്ലോ, ഇംപോസിബിൾ. പിന്നെ ഇത് അവന്റെ കൂട്ടുകാർ മോട്ടു, പത്ലു, ഡോക്ടർ ജഡ്ക, പിന്നെ ഗസിറ്റാറാം. പിന്നെ മോട്ടുവിനെ കുറ്റവാളികൾ ഒരുപാട് ഭയക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇവൻ ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ ഗുസ്തിക്കാർ പോലും ഇവന്റെ മുന്നിൽ ഒന്നുമില്ലാതാവുകയാണ്. ആ നമസ്കാരം നമസ്കാരം. ഇതെന്റെ വൈഫും പിന്നെ ഇതെന്റെ മകളും ധർത്തി. ഒരു ഫയലില് ഞാൻ ഇവളുടെ മുഴുവൻ ബയോഡേറ്റയും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പൊ ഇവളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയണ്ടാവും. അതെ അതെ, നിങ്ങളുടെ മകൾ ധർത്തിയുടെ ഫയൽ ഞങ്ങൾ കണ്ടു. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇവളെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ പരിചയമുണ്ടെന്ന്. സത്യമായിട്ടും സത്യം. എന്നാൽ പരസ്പരം ഇഷ്ടപ്പെടുന്നതിന് തമ്മിൽ കാണേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ കാണണമെങ്കിൽ മോനെ നിന്റെ തല ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? തല ഉയർത്തു, നേരെ ധർത്തിയെ നോക്കൂ. ഇവിടെ വെച്ചു. ആ ശരി ശരി. ഇത് ചീറ്റിംഗ് ആണ്. ഇത് ചീറ്റിംഗ് ആണ്. ഞാനാണ് ഡോഡുകളുടെ ഡോൺ, കുണ്ടലി ഡോൺ. ആരാന്ന് പറയേ? കുണ്ടലി ഡോൺ. സബാഷ്, ഒരു ദിവസം ഞാൻ എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ ചമ്മന്തിയാക്കാം. ആഹാ, ഞങ്ങളുടെ കാർ ഒന്ന് പാർക്ക് ചെയ്തേക്ക്. ഗീവിന്റെ കീ മോന്, കേട്ടല്ലോ? ഇല്ല 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 ഇല്ല. എന്റെ അമ്മ. ഞാൻ ഈ അവസരം എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കട്ടെ. ഞാനാണ് ഡോണുകളുടെ ഡോൺ, കുണ്ടലി ഡോൺ. ആരത് പറയേ? കുണ്ടലി ഡോൺ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതെന്റെ കൂട്ടാളികളാണ്. തങ്കപ്പൻ, രായപ്പൻ, ഷാജി, ശശി, ദിവാകരൻ, സുധാകരൻ, പിന്നെ ഞാനും. കല്യാണമോ, പാലുകാച്ചോ, നൂലുകെട്ടോ, മരണമോ, അടിയന്തരമോ, എന്തായാലും ശരി, ഏത് പരിപാടിയാണെങ്കിലും ശരി, ഞാൻ കുളം തോണ്ടി കൈ തരുന്നതായിരിക്കും. ഞാൻ അറിഞ്ഞു നിങ്ങളുടെ മോളുടെ കല്യാണമാണെന്ന്. എനിക്കൊരു കല്യാണം കൂടെ കുളം തോണ്ടാനുള്ള സമയമായിരിക്കുകയാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അതുണ്ടാക്കാൻ എത്രയാണ് ചാർജ് ചെയ്യണേ? വെറും 10 കോടി രൂപ മാത്രം. അയ്യോ, വെറും 10 കോടിയോ? ഒരിക്കലും തരാൻ പറ്റൂല. എന്റെ മരുമോനെ അവനൊരു ഇൻസ്പെക്ടറാണ്. പിന്നെ ഈ മിസ്റ്റർ ബബിൾഗം ഒരു കമ്മീഷണർ ആണ്. ഇദ്ദേഹം നിങ്ങളെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കും. You are under arrest. അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാ എനിക്ക് ചിലപ്പോ മനസ്സിലാവും. പക്ഷേ എന്റെ സന്തത സഹചാരികളായ തൂക്കുകൾക്ക് അറിയില്ലല്ലോ. വെടിവെക്കൂ, പ്രശ്നം അകറ്റൂ. ഇടാ പോലെ ആ പെണ്ണിനെ ഇങ്ങ് പൊക്കിക്കോ. പെണ്ണിനെ തിരിച്ചു വേണമെങ്കിലുണ്ടല്ലോ 10 കോടി തരണം. അതെ, പെണ്ണിനെ വേഗം പൊക്കി വണ്ടിയിൽ കൊണ്ടുവന്നിട്ടേക്ക്. വേഗം.
എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എന്തിനാ വെറുതെ എന്റെ പുറകെ ഇങ്ങനെ വരുന്ന? എന്നെ വിട്ടേക്ക്. അവർ ധർത്തിയെ ദേ പിടിച്ചുകൊണ്ട് പോകുന്നു. പോയി മോട്ടു, എന്റെ ജങ്ക്, എന്റെ ബ്രോ, കല്യാണ പെണ്ണിനെ കൊണ്ട് കുണ്ടലിനോടും ആൾക്കാർ സ്ഥലം വിട്ടിരിക്കുകയാണ്. പെണ്ണിനെ തിരിച്ചു തരണമെങ്കിൽ 10 കോടി രൂപ അയാള് ചോദിക്കുന്നത് ചങ്ക്. എങ്കിൽ വേഗം പുറകിൽ വിട്ടു. നിൽക്ക്. ദേ കണ്ടോ, അവരുടെ കാറ് ഫ്ലൈ ഓവറിന്റെ മേലെ ടേൺ ചെയ്യുന്നുണ്ട്. ആ കാണുന്ന ഫ്ലൈ ഓവറിന് താഴെയുള്ള ഫ്ലൈ ഓവർ വഴി അവര് പോകുന്നേ. ഓക്കെ, ഞാൻ 1 2 3 പറയും. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ആ കാറിന് മുകളിലേക്ക് എടുത്ത് ചാടണം. എന്നിട്ട് നമുക്ക് അവരെ പിടിക്കാം. 1 2 3 ജമ്പ്. ജങ്ക, പങ്ക. നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്ക് ആ മോട്ടോജിയും പത്ലുജിയും എവിടെയാണെന്നുള്ള കാര്യം. എന്നിട്ട് എന്നെ വിവരം അറിയിക്ക്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അഭിനയം കൊണ്ടുള്ള ട്രാപ്പ് വീണ്ടും തുടങ്ങാം. ഓർമ്മയിരിക്കട്ടെ, ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും ഒരിക്കലും എന്റെ അടുത്തേക്ക് വരരുത്. മനസ്സിലായോ? ജങ്ക, പങ്ക, നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞത്? വിളിച്ചാൽ പോലും വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. ധർത്തി പ്രൊജക്ട് നമ്മുടെയാണ്. നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ടീം ധർത്തി പ്രോജക്റ്റിന്റെ പുറകെയാണെന്ന്. പെട്ടെന്ന് വാ. ഒന്ന് നിന്നേ, ഒന്ന് നിക്കുന്നേ. നിങ്ങൾ ധർത്തിയുടെ പുറകിലാണോ? പറയൂ. ധർത്തി ഞങ്ങളുടെയാണ്. അതിന് കാലം തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ കൈ ഞങ്ങളെ വിട്ട്. ധർത്തി ഞങ്ങളുടേതാണ്. ഇനി എങ്ങനെ അതിൽ കൈവച്ചാലുണ്ടല്ലോ. എടാ പങ്ക, ഇവന്മാര് നമുക്കിട്ട് പണി തരാൻ നോക്കുക. ഇന്ന് ഈ കുണ്ടലിക്ക് തലകുത്തി നിൽക്കാനാണ് യോഗം. എന്നെ ഒന്ന് ഇറക്കി വിട്. ഈ ചിങ്കം സാർ എവിടെ പോയി? ഹലോ ജെന്റിൽമാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിയുമോ? എനിക്ക് ഒരു സഹായം ചെയ്തു തന്നാൽ ദൈവം നിങ്ങൾക്ക് അങ്ങോട്ട് 10 ലക്ഷം സഹായങ്ങൾ ചെയ്തു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പുണ്യം കിട്ടും. ജീവിതത്തിൽ നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ വരൂ. പത്ലു, ഞാൻ ഈ മനുഷ്യനെ ഒന്ന് സഹായിച്ചിട്ട് വരാം. നീ മുമ്പിൽ ചെല്ല്, എന്നിട്ട് ചിങ്കം സാറിനെ അന്വേഷിക്ക്. ഓക്കെ മോട്ടു, ഈ അവസരത്തിൽ നിന്റെ സഹായം അയാൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ അയാളെ നേരത്തെ പോലെ ഉപദ്രവിക്കരുത്. ഇത്തവണ സൂക്ഷിച്ചു കൊണ്ടുപോകണം. അയ്യോ മോട്ടു, ഞാൻ ഇനി എന്താ ചെയ്യാ? ചിങ്കം എങ്ങോട്ടാ പോയെന്ന് പോലെ എനിക്ക് അറിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അയാളെ അന്വേഷിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കൂ. എനിക്ക് ഒരിക്കൽ കൂടി ആ പൂളിൽ ചെന്ന് വീഴണ്ട. സോറി, ഞാൻ ഇപ്പൊ വരാം. സോറി.
ജംഗോ വാവ് ബോസ്, കൊള്ളാം. നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ ഭയങ്കര വേദന അറിയുന്നുണ്ടല്ലോ. അടിപൊളി. ശരിക്കും കേട്ടിട്ട് ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് ബോസ്. ഇത് ശരിക്കും ബോസ്, ബോസ് നേരത്തെ ഞങ്ങളോട് വരണ്ടാന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഒറിജിനലാണെന്ന് കരുതി ഞങ്ങളങ്ങ് വന്നേനെ, തീർച്ചയായിട്ടും. അപ്പൊ ശരി ബോസ്, ഞങ്ങൾ എന്നാ പോയി ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് വരാം. പിന്നെ ഒരു കാര്യം, ഇത്തവണ നമുക്ക് ഫയൽ എന്തായാലും കിട്ടും. Keep it up. എങ്ങോട്ടാ പോകുന്നത്? ഞാനിവിടെ വാഷിംഗ് മെഷീനകത്ത് കിടന്ന് മറിയാണ്. എന്നിട്ട് നിങ്ങളവിടെ കാഫി കുടിക്കാൻ പോകുന്നു? താൻ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്? ഇതുവരെ കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലേ? എന്ത്? നീ അയാളെ ലോണ്ടറി ഡക്റ്റിൽ വീഴ്ത്തിയെന്നോ? വീഴ്ത്തിയതല്ല, അയാള് വീണതാണ്. ഒന്ന് വേഗം വരൂ, അയാൾക്ക് വല്ല പരിക്കും പറ്റി കാണും. സാറേ, സാറ് രക്ഷപ്പെട്ടു. പൊളിച്ചേ. കാണിച്ച് ഫയൽ മേടിക്കാൻ പറ്റൂ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ പാഷ, ഓടിക്കോ. സാറ് നല്ലോണം ഓടുന്നുണ്ടല്ലോ. സാറിന്റെ കാലൊക്കെ ഇപ്പൊ ശരിയായോ? നിങ്ങളുടെ വീൽ ചെയർ എവിടെ? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അയാൾ എങ്ങനെ ഓടുന്നേ? പിന്നിലോട്. നിക്ക്. നിക്ക്. അവിടെ നിക്കാനാ പറഞ്ഞേ. സാർ, ദേ അവിടെ ഉണ്ട്. സാറേ, നിക്ക് സാറേ. അവിടെ നിക്ക്. പ്രൊഫസർ ബാഡ്ലി വാല ഫോൺ എടുക്കുന്നേ ഇല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടുന്ന് പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും? അയാളെ കോണ്ടാക്ട് ചെയ്യുന്നത് വരെ ഇവിടെ ഒളിച്ചിരുന്നേ മതിയാവൂ. ഇവരെന്റെ പുറകിൽ ഓടി വരികയായിരുന്നല്ലോ. ഈ പെട്ടെന്ന് എങ്ങനെ എന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നേ? വെല്ലേട്ടാ, അവിടെ നിക്ക്. അവിടെ നിക്ക് സാറേ. ഇവരെങ്ങനെയാ ഇത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നത്? നോക്ക് സാറേ, നിക്ക്, നിക്കാൻ. അപ്പൊ സാറേ, എന്റെ സാറേ, എന്റെ വെല്ലേട്ടാ, നിക്കൂ. അവിടെ എന്താ സാറേ ഇത്? അവിടെ നിക്ക്. സാറ് നിക്ക്. വെല്ലേട്ടാ, അവിടെ നിക്കാനാ പറഞ്ഞേ. പറഞ്ഞത്. വെല്ലേട്ടാ നിക്കൂ. ഓടല്ലേ സാറേ, നിക്കൂ. അവിടെ നിക്ക് സാറേ. സാറൊന്ന് നിക്കവിടെ. ആ രണ്ട് സയന്റിസ്റ്റുമാരും ഭയങ്കരന്മാരായ രണ്ടുപേരാണ്. അവരൊറ്റ സെക്കൻഡിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും. ഒരു സെക്കൻഡിന്റെ പുറകിലാണ് അവർ ഓടി വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോ അവരെന്റെ മുന്നിൽ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനെ എന്താ പറയുന്നത് അറിയാവോ? എന്താന്നറിയാവോ? പറയൂ. എന്റെ സാറ്, ഇതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു ചെറുപ്പത്തിൽ എനിക്കും സംഭവിച്ചത്. എന്റെ അമ്മയും എന്റെ അച്ഛനും വയ്യാതെ കിടപ്പിലായിരുന്നു. ഞാൻ 10 വയസ്സുള്ള ഒരു വെറും ചെറിയ കുട്ടിയായിരുന്നു.
ഈ കൊച്ചു കൊച്ചു കൈകള് കൊണ്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരുമായിരുന്നു. പിന്നെ കുറെ ഗുണ്ടകൾ എന്റെ പുറകില് കൂടി. ഞാൻ അങ്ങോട്ട് ഓടിയാലും ഗുണ്ടകൾ എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ചെറുപ്രായത്തിൽ അവർക്ക് വേണ്ടിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് വെറുതെ അങ്ങടും ഇങ്ങടും നെട്ടോട്ട് ഓടുമായിരുന്നു. എന്നാ പറയാനാ എന്റെ സാറേ, വേറെ ചോദിക്കാനും പറയാനും ആരും ഇല്ലായിരുന്നു എന്റെ സാറേ. എത്ര പ്രാവശ്യം പറയണം ഇവിടെ ഫാമിലി ഡ്രാമ ഉണ്ടാക്കരുതെന്ന്. ഹോഷിയാർ സിംഗ്, നീ വായി തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് ഒരു സെക്കൻഡിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെലിപോർട്ടിംഗ് എന്ന് പറയുന്നത്. അവരൊരു ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, അറിയാമോ? അപ്പൊ സാറേ, ആ ഗുണ്ടകളുടെ കയ്യിൽ ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെന്നാണോ പറയണേ? അതുകൊണ്ടാണ് അവരെ രണ്ടിടത്ത് വെച്ചും കണ്ടതല്ലേ? ഹോഷിയാർ സിംഗ്, ഒന്ന് വായടയ്ക്ക്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. എനിക്ക് എന്തായാലും ആ ടെലിപോർട്ടിംഗ് മെഷീനും കിട്ടിയേ മതിയാവൂ. ഇനി പോയി ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും 2 സയന്റിസ്റ്റിനെയും പൊക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. ഞാൻ കേട്ടത് ഇവിടുത്തെ ജിമ്മ് വളരെ അടിപൊളിയാണെന്നാ. വരൂ പത്ലു, നമുക്ക് താഴെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തിട്ട് വരാം. മോട്ടു, നീ പോയിക്കോ. എന്നോട് നീ പോകാൻ പറഞ്ഞിട്ട് നീ ആദ്യം ഇങ്ങ് പോന്നോ? കൊള്ളാം പത്ലു, കൊള്ളാം. കുംഫു പ്രാക്ടീസ് ചെയ്യുവാണോ? അപ്പൊ ഇനി കുണ്ടലി ഡോണിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കുണ്ടലി ഡോണോ? അതാരാ? ഓഹോ, അതാ ധർത്തിയുടെ പുറകെ നടക്കുന്ന ആളല്ലേ? ഈ പ്രൊഫസർ ബാട്ട്ലിവാല എവിടെ പോയിരിക്കുക? അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. രാവിലെ മുതൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അല്ല, ഏത് പ്രൊഫസർ? അത് ശരി, ധർത്തിയുടെ അച്ഛനായിരുന്നോ? പ്രൊഫസറാണോ അയാള്? അച്ഛനോ? ധർത്തിയുടെ അച്ഛൻ എന്ന് വെച്ചാ? സാർ, ഇതാ കുടിക്കൂ, ഫ്രൂട്ട് ജ്യൂസ്. ഹോട്ടലിന്റെ വക ഒരു കോംപ്ലിമെന്ററി ആണ്. വെയിറ്ററെ, കുറച്ച് സമൂസ ഉണ്ടെ കൊണ്ടുവരൂ. ഇവിടെ വന്നതിൽ പിന്നെ ഒരു സമൂസ പോലും കഴിച്ചിട്ടില്ല. അല്ല മോട്ടോജി, നിങ്ങൾ എന്ന് മുതലാ ഈ സമൂസൊക്കെ കഴിക്കാൻ തുടങ്ങിയേ? നിനക്കെന്ത് പറ്റി പത്ലു? Watch India's largest kids library only on Jio Hotstar. Download the app now.